ശ്രീ ഷാജി, ഞങ്ങൾ ജവാന്മാരുടെ ശവപ്പെട്ടിയിൽ അഴിമതി നടത്തിയതിന്റെ ആരോപണം നേരിടുന്ന പാർട്ടിയല്ല ഞങ്ങൾ. അത് 2004 അല്ല, അതൊക്കെ കഴിഞ്ഞ് രാജ്യത്ത് ഒരുപാട് ഇലക്ഷനിൽ അതൊക്കെ ചർച്ച ചെയ്തു. ഒരുപാട് പറഞ്ഞതാണ്. നിങ്ങൾ ഈ വിഷയത്തിലേക്ക് വരുന്നു. ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീ ആന്റോ ആന്റണി പത്തനംതിട്ട പ്രസ് ക്ലബില് വളരെ മനഃപൂർവ്വമായി പങ്കെന്നുള്ള ചോദ്യമുണ്ട്. ഈ രാജ്യത്തെ പട്ടാളക്കാരെ, പോലീസ് സൈനികരെ, അവരുടെ കുടുംബങ്ങളെ ഒക്കെ അഭിഷേധിക്കുകയല്ല നിങ്ങൾ ചെയ്തത്. രാജ്യദ്രോഹകരമായ സ്റ്റേറ്റ്മെന്റ് അല്ലേ നിങ്ങൾ ഇറക്കിയത്, നിങ്ങളുടെ എം പി? തീർച്ചയായും ശ്രീ ഷാജി, അത് കൃത്യമായ മറുപടിയാണ്. അത് നമ്മൾ ഈ ചർച്ചയുടെ അവസാന 10 മിനിറ്റിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. അതുകൊണ്ട് ശ്രീ വസന്ത് കൂടി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ ചർച്ച മുന്നോട്ട് പോകുള്ളൂ. ശ്രീ വസന്ത്, ആന്റോ ആന്റണി പോലും ശ്രമിച്ചിട്ടില്ല, മാറ്റി പറയാൻ തയ്യാറായിട്ടില്ല. ഇദ്ദേഹം മാറ്റി പറയാൻ, അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെട്ട് പറഞ്ഞല്ലോ. ക്ഷമിക്കണം. ഷാജിയുടെ 1-2 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ, 2004 കേട്ടോ സത്യപാൽ മാലിക് എവിടേക്ക് വന്നത്? 2004 BJP-യിലേക്ക് വന്നത്. അതുവരെ കോൺഗ്രസ് ആയിരുന്നു. അതുവരെ കോൺഗ്രസ് ആയിരുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ ക്രാന്തിദൾ പാർട്ടിയുടെ നേതാവായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ വന്നു. പിന്നീട് അദ്ദേഹം NCP ആയിട്ട് അങ്ങനെ പറഞ്ഞു പോലെ. ശ്രീ വസന്ത്, നിങ്ങളാണ് അദ്ദേഹത്തെ UP-യിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിച്ച് MP ഒക്കെ ആക്കിയത്. അങ്ങനെ കോൺഗ്രസ് അല്ലെന്ന് പറഞ്ഞു പോരുതേ. എന്റെ വ്യത്യാസം ഞാൻ പറയാം. 2004 തൊട്ട് 2024 വരെ ഇപ്പോഴും സ്റ്റിൽ BJP മെമ്പറായ ഇദ്ദേഹം ആരായിരുന്നെന്ന് അറിയാമോ? ബിജെപിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കർഷക മോർച്ചയുടെ ചാർജ് വരെ കൊടുത്തു. അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വഴിയെ പോയ ഒരാളെ നിങ്ങൾ പിടിച്ചിരുത്തോ ശ്രീ ഷാജി? അപ്പൊ അങ്ങനെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് പാർട്ടി മാറിയ കഥ പറയാനാണെങ്കിൽ മാലിക് പറഞ്ഞത് ശരിയല്ലെന്നും ഞങ്ങൾ കൃത്യമായി ഈ വിഷയം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. സത്യപാൽ മാലിക്കിനെ നിങ്ങൾ ആന്റോ ആന്റണിയെ പറ്റി പറയൂ. സത്യപാൽ മാലിക് പറഞ്ഞ സാഹചര്യം, പറഞ്ഞ കാര്യം. വസന്ത്, ഇതിൽ എവിടെയാണ് സത്യപാൽ മാലിക് പോലും പറഞ്ഞിട്ടില്ല പാകിസ്ഥാൻ അല്ല ഇതിന് പിന്നിലെന്ന്. പാകിസ്ഥാൻ തന്നെയാണെന്നാണ് സത്യപാൽ മാലിക് പറഞ്ഞു വെച്ചത്. ഇതിൽ കോൺഗ്രസിനാണ് സംശയമുള്ളത്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. എന്തുകൊണ്ട് സത്യപാൽ മാലിക്കിനെതിരെ നിങ്ങൾ നടപടികളുമായി മുമ്പോട്ട് പോകില്ല? ഉത്തരവുണ്ട് അദ്ദേഹത്തിന്? ഉത്തരവില്ല. സത്യപാൽ മാലിക് ആരാണ്? വെറുതെ ഒരു BJP-കാരനല്ല, വെറുതെ ഒരു ഗവർണറല്ല. അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ബയോ പറഞ്ഞത്. അദ്ദേഹം നിങ്ങളുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. കോൺഗ്രസ് ആയിരുന്നു സുഹൃത്തെ, കോൺഗ്രസ് ആണ്. അല്ല, അതിനു മുമ്പ് അദ്ദേഹം രാഷ്ട്രീയ ക്രാന്തികളായിരുന്നു. അപ്പൊ അബ്ദുള്ള കുട്ടി ഇപ്പൊ BJP അല്ലേ? പത്മജി ഇപ്പൊ അല്ലേ? അപ്പൊ BJP-യിൽ ഇരുന്നുകൊണ്ട് ഉത്തരവാദിത്വം പറയുന്ന ഒരാൾ ആ സമയത്ത് BJP ആണെങ്കിൽ പണ്ട് കോൺഗ്രസ് ആയിരുന്നു എന്നാണോ നിങ്ങൾ പറയേണ്ടത്? ആണോ? സത്യപാൽ മാലിക് പുൽവാമയെ പറ്റി പറഞ്ഞ പ്രശ്നം BJP വളരെ കൃത്യമായി നിലപാടെടുത്ത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷാജി, നിങ്ങൾ കേരള താങ്കൾ എന്തിനാ ഈ തരത്തിൽ ഇവിടെ സത്യപാൽ മാലിക് പറഞ്ഞതല്ലല്ലോ വിഷയമാണോ? സത്യപാൽ മാലിക് എന്താണ് പറഞ്ഞത്? അത് BJP വളരെ കൃത്യമായി അതിനെ പറ്റിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്രീ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി രാജ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവന ഓൺ ചെയ്യുകയല്ല ആന്റോ ആന്റണി ചെയ്തത്. ആന്റോ ആന്റണിയുടെ പ്രസ്താവന ഇറക്കിയിട്ട് അത് സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ശ്രീ സത്യപാൽ മാലിക്കിനെ പറ്റുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്റെ ചോദ്യം. ഇത് സത്യപാൽ മാലിക്കിനെ വിട്. ആന്റോ ആന്റണി പറഞ്ഞത് ശരിയോ തെറ്റോ? സത്യപാൽ മാലിക് പറഞ്ഞത് തെറ്റാണ്. സത്യപാൽ മാലിക് തെറ്റാണ് എന്ന് പറഞ്ഞത് BJP ആണ്. BJP പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് സംശയമുണ്ടോ? സത്യപാൽ മാലിക് പുൽവാമയെ പറ്റി പറഞ്ഞത് തെറ്റായ കാര്യമാണെന്ന് BJP വളരെ പറഞ്ഞിട്ടുണ്ട്. അത് ആ രീതിയിലാണെങ്കിൽ പോലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്. വാദം നുണ മാത്രം പറയുന്ന ഒരാൾ പറയുന്നത് അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായി ഇത്തരം ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ല. മാത്രമല്ല സത്യപാൽ മാലിക് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ പറഞ്ഞത് കള്ളത്തരമാണെന്ന് മാധ്യമത്തിനോട് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അമിത്ഷായെ പറ്റി താൻ പറഞ്ഞത്, പ്രധാനമന്ത്രിയെ പറ്റി താൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറഞ്ഞ ഒരാളുടെ വാക്കുകളാണ്. മാത്രമല്ല സത്യപാൽ മാലിക് പറഞ്ഞു വെച്ചതിൽ പോലും ഇത് പാകിസ്ഥാന്റെ പങ്ക് ഒരിടത്തും മറച്ചു വെക്കുന്നില്ല. പാകിസ്ഥാനിൽ നിന്നാണ് അല്ലെങ്കിൽ പുറത്തു നിന്നല്ലാതെ ഇത്രയും വലിയ തോതിലുള്ള ആയുധശേഖരം RDX അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞതും സത്യപാൽ മാലിക് തന്നെയാണ്. എന്നാൽ എന്താണ് ഇന്നലെ ആന്റോ ആന്റണി പറഞ്ഞത്? എന്തു പാകിസ്ഥാൻ ഇൻവോൾവ്മെന്റ്? അവിടെയാണ് പ്രശ്നം. ആ ചോദ്യത്തിലാണ് പ്രശ്നം. ശ്രീ വസന്ത്, ഒരു ചോദ്യത്തിലും പ്രശ്നമില്ലെന്നേ. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. സത്യപാൽ മാലിക് ആരാണ്? അതാണ് ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടപെടുകയാണ് ഷാജി അങ്ങനെ ഒന്ന് ഇടപെടാതിരിക്കൂ. സത്യപാൽ മാലിക്കിനെതിരെ അങ്ങനെ ആരും എന്തും പറയട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പറ്റുന്ന ആളല്ലെന്നേ. അദ്ദേഹം BJP-യുടെ ദേശീയ വൈസ് പ്രസിഡന്റ്. നിങ്ങൾ 4 സംസ്ഥാനത്ത് ഗവർണറാക്കിയ ആൾ. ഞാൻ വളരെ കൃത്യമായി ചർച്ചയുടെ തുടക്കത്തിൽ ശ്രീ ഉമേഷ് ഞാൻ അതാണ് പറഞ്ഞു തുടങ്ങിയത്. അതിനിർണായകമായ ഒരു സമയത്ത് വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞ് BJP കേന്ദ്ര നേതൃത്വം ജമ്മു കാശ്മീരിലേക്ക് ഗവർണറായി പറഞ്ഞയച്ചാൽ അദ്ദേഹത്തിന്റെ ആരോപണത്തെ അയാൾ എന്തും പറയട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ആർക്കെതിരെ ആരോപണം? BJP-ക്കെതിരെയല്ല ആരോപണം, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരായാണ് ആരോപണം.
അത് വന്നിട്ട് 3-4 വർഷമാകുന്നു, 2 വർഷത്തിന് മുകളിലാവുന്നു. ഇതുവരെ ഒരു നിയമ നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ടോ? സംഘടനാ നടപടിയുമായി നിങ്ങൾ മുമ്പോട്ട് പോയിട്ടോ? പോയിട്ടില്ല. അപ്പൊ സത്യപാൽ മാലിക് പറഞ്ഞ ആന്റോ ആന്റണി പറഞ്ഞ ഓഹോ അത് ശരിയാണോ? 2, ഇനി ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഷാജി പറഞ്ഞു, ഞാൻ പറഞ്ഞു അത്രേ, എന്ത് AK ആന്റണി ക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ല ഷാജി, ഞാൻ ചോദിച്ചത് AK ആന്റണി സംശുദ്ധരിൽ സംശുദ്ധനാണ് എന്ന് അങ്ങ് പറഞ്ഞു. ഓക്കെ, ശരി, സമ്മതിച്ചു. അദ്ദേഹം സംശുദ്ധരിൽ സംശുദ്ധനാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. പക്ഷെ അങ്ങനെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നത് നിങ്ങളുടെ സുഷമാ സ്വരാജ് അടക്കമുള്ള നേതാക്കളാണ്. സുഷമാ സ്വരാജ് പാർലമെന്റിൽ നടത്തിയ വിവിധ പ്രസംഗങ്ങളുടെ ബൈക്ക് ഞാൻ എടുത്തു തരാം അദ്ദേഹത്തിനെതിരെ. അപ്പൊ അതെല്ലാം നിങ്ങൾ വിഴുങ്ങിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെല്ലാം പൂർണ്ണമായി വിഴുങ്ങിയോ? അപ്പൊ അതെല്ലാം പൂർണ്ണമായി വിഴുങ്ങിയെങ്കിൽ ശരി, സമ്മതിക്കുന്നു, നല്ല കാര്യം. ഇപ്പോഴും താങ്കൾ, ഞാൻ മുന്നോട്ട് വെച്ച ചോദ്യത്തിന് ശ്രീ വസന്ത് മറുപടി പറഞ്ഞിട്ടില്ല. ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും സംശയമുണ്ടോ? പാകിസ്ഥാന്റെ എന്ത് ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞ ആന്റോ ആന്റണിയുടെ ചോദ്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിൽ ഔദ്യോഗികമായി കോൺഗ്രസ് നിലപാടാണോ? ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി പറഞ്ഞുകൂടെ? പാകിസ്ഥാൻ ഇതിൽ എന്താണ് പങ്ക്? ശ്രീ ആന്റോ ആന്റണിയുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ അതിനെ പറ്റി വേണം പറയാൻ, അതിനെപ്പറ്റി സംസാരിക്കൂ. അല്ലല്ല, ആ സ്റ്റേറ്റ്മെന്റ് ഓൺ ദ ബേസിസ് ഓഫ് സത്യപാൽ മാലിക് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. അതിനെപ്പറ്റി പാകിസ്ഥാന് പങ്കില്ല എന്ന് സത്യപാൽ മാലിക് പോലും പറഞ്ഞിട്ടില്ല വസന്ത്. ഇതല്ലേ ആന്റോ ആന്റണി ഉദ്ദേശിച്ച അതല്ലെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. ആന്റോ ആന്റണി പറഞ്ഞത് അങ്ങനെ ഒരു സുരക്ഷാ വീഴ്ച ഇല്ലായിരുന്നെങ്കിൽ പാകിസ്ഥാന്റെ കളി അവിടെ നടക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് തന്നെയാണ് കോൺഗ്രസിന്റെ സ്റ്റാൻഡ്. സുരക്ഷാ വീഴ്ച വരുത്തിക്കൊണ്ട് വളരെ കൃത്യമായി പാകിസ്ഥാൻ ആക്രമണം നടന്നപ്പോൾ സുരക്ഷാ വീഴ്ച വരുത്തിക്കൊണ്ട് അതിന് ഈ അപകടത്തിന്റെ, ഈ തീവ്രവാദ ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിലേക്ക് കൈ അഴിച്ചു വിട്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇതിനകത്ത് ഒരു വ്യത്യാസമില്ല. താങ്കൾക്ക് പറയാം. അല്ല, അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, സത്യപാൽ മാലിക് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ആന്റോ ആന്റണി പറഞ്ഞു എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ആന്റോ ആന്റണിയാണ് ചോദിക്കണം അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സത്യപാൽ മാലിക് പറഞ്ഞതിന് BJP തള്ളി പറഞ്ഞു. അങ്ങനെ തള്ളി പറഞ്ഞ അല്ലല്ല, നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ആദ്യം ആന്റോ ആന്റണി പറഞ്ഞതിനെ തള്ളി പറയുന്നുണ്ട്. എന്റെ ചോദ്യം അതാണ്. ഞാൻ 3-4 ചോദ്യം ഉന്നയിച്ച താങ്കൾ ഒന്നിനും മറുപടി പറയുന്നില്ല. ഗവർണർ, കാശ്മീരിലെ ഗവർണർ ആയിക്കോട്ടെ, 15 വർഷം ഗവർണർ ആയിരുന്നപ്പോൾ എന്തുകൊണ്ട് മിണ്ടിയില്ല? അദ്ദേഹം പിന്നീടാണല്ലോ 15 വർഷം MP ആയിട്ടിരുന്ന ആന്റോ ആന്റണി മാലിക്കിനെതിരെ ഒരു പെറ്റി കേസുണ്ടോ? മാലിക്കിനെതിരെ പ്രസ്തുത മാലിക്കിനെ BJP തള്ളി പറയുന്നത്. നിങ്ങൾ ആന്റോ ആന്റണിയെ തള്ളി പറയാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ സത്യപാൽ മാലിക്കിനെ തള്ളി പറഞ്ഞു, നിങ്ങൾ ആന്റോ ആന്റണിയെ തള്ളി പറയാൻ തയ്യാറുണ്ടോ?